എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത 96 വോൾട്ട് ഹയർ കെ വി സിസ്റ്റത്തിന്റെ തുടർ ഭാഗമാണിത്. അതായത് രണ്ടാം ഭാഗമാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കും. അപ്പോൾ ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ ഈ ഒരു വീഡിയോയെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഒരു ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നില്ല. നമ്മൾ നേരെ ഇതിന്റെ അടുത്ത ഭാഗത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത ഭാഗത്തിലോട്ട് കടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം നമ്മളുടെ ഒരു ചാനലിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയൊരു ഹയർ കെ വി സിസ്റ്റം, വലിയൊരു യൂണിറ്റുകളുടെ PCB അസംബ്ലിംഗ് ആയാലും ഇൻവെർട്ടർ അസംബ്ലിംഗ് ആയാലും നമ്മൾ കാണിച്ചിട്ടുള്ളത്. മറ്റൊരു ചാനലും ഇല്ലാത്ത അത്രയും വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സോളാർ ചാർജ് കൺട്രോളർ, ഈ ഇൻവെർട്ടറായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഹൈ വോൾട്ടിൽ നമ്മളിവിടെ അസംബിൾ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതേപോലെ തന്നെ ഇതൊരു രണ്ടാം ഭാഗമായതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രമേ ഈ രണ്ടാം ഭാഗം കാണാൻ പാടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെവലായിട്ടുള്ള ആദ്യത്തെ സ്റ്റേജ് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് കാണിച്ച വീഡിയോയിൽ തന്നെ ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഈ 96 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ അത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഈ ഒരു ബ്ലാങ്ക് PCB ആദ്യം തന്നെ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ക്വാർട്ടർ വാട്ട് റെസിസ്റ്ററുകളും ഡയോഡുകളും ആണ് ഇതിൽ ഇടാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബ്ലാങ്ക് PCB എടുത്ത് ഒരു ക്ലിപ്പിൽ ഘടിപ്പിച്ച ശേഷം, കുറച്ച് ഉയർത്തിയാണ് ക്ലിപ്പ് വെക്കേണ്ടത്, ആ ക്ലിപ്പിൽ ഘടിപ്പിച്ച ശേഷം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റെസിസ്റ്ററുകൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇടാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ ചാർട്ട് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ റെസിസ്റ്ററുകൾ ഇതിൽ സിമ്പിളായിട്ട് അതിൻ്റെ വാല്യൂസ് അനുസരിച്ച് ഇടുക. അതേപോലെ ആ ഒരു വണ്ണത്തിലുള്ള ഡയോഡുകളും നമുക്ക് ഇടുക. ഡയോഡ് നമുക്ക് ഇവിടെ വരുന്നത് IN 4007 വരുന്നുണ്ട്, UF 4007 വരുന്നുണ്ട്, IN 4148 വരുന്നുണ്ട്, അതേപോലെ സെനർ ഡയോഡ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ട ശേഷം പിന്നെ വരുന്നത് ഇതിൽ ജമ്പറാണ്. അപ്പോൾ ഇതിൽ ജമ്പർ റെസിസ്റ്ററാണ് നമ്മൾ കൂടുതൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ജമ്പർ റെസിസ്റ്റർ. അപ്പോൾ 0 ഓം റെസിസ്റ്റർ ആയ ജമ്പർ റെസിസ്റ്ററുകളെല്ലാം നമ്മളിത് ഇടാവുന്നത്ര ഇടുക. പിന്നെ ചില ഭാഗത്ത് നമുക്ക് ജമ്പർ റെസിസ്റ്റർ ഇടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം വളരെ ചെറിയ സ്ഥലത്തൊന്നും ജമ്പർ റെസിസ്റ്റർ ഇടാൻ പറ്റില്ല. ഇടണമെങ്കിൽ അതിങ്ങനെ കുത്തി നിർത്തേണ്ടി വരും. അതുകൊണ്ട് അവിടെ ഈ സാധാരണ റെസിസ്റ്ററിൻ്റെ ബാലൻസ് പീസ് എടുത്തിട്ട് U പോലെ ഇത് അസംബിൾ ചെയ്ത് ഈ ഒരു സെക്ഷൻ ചെയ്ത ശേഷം അടിച്ചിട്ടാൽ മതി. അതേപോലെ ഇപ്പുറത്ത് നമ്മൾ ഹെവി ലോഡ് കപ്പാസിറ്റർ വരുന്ന ഭാഗമായതുകൊണ്ട് ഇവിടെ നമ്മൾ ജമ്പർ ഇട്ടിരിക്കുന്നത് IN UF 4007 ഡയോഡിൻ്റെ ആ ഒരു ബിറ്റാണ്. ആ ഒരു ബിറ്റ് എന്ന് പറയുമ്പോൾ അത് കോപ്പറാണ് ആ പീസ് വരുന്നത്. അതുമല്ല നല്ല വണ്ണമുള്ള കമ്പി ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഹയർ വോൾട്ട് ഷെയർ ചെയ്യുന്ന കപ്പാസിറ്ററിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി വരുന്നതൊക്കെ ഈ ക്വാർട്ടർ വാട്ടിൻ്റെ കമ്പി തന്നെ മതിയാകും. അപ്പോൾ നമ്മൾ ആദ്യം റെസിസ്റ്ററുകളെല്ലാം ഇട്ട ശേഷം പിന്നെ അടുത്തൊരു സ്റ്റേജ് ആയിട്ടുള്ള വരുന്നത് 104ൻ്റെ ഡിസ്ക് കപ്പാസിറ്ററാണ്. അപ്പോൾ 104 ഡിസ്ക് കപ്പാസിറ്റർ ഇട്ട ശേഷം പിന്നെ അടുത്ത സ്റ്റേജ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിൽ 1/2 വാട്ട് റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ 1/2 വാട്ട് റെസിസ്റ്റർ ഇടുക, പിന്നെ 2 വാട്ട് റെസിസ്റ്റർ ഇടുക. അതേപോലെ ഡിസ്ക് കപ്പാസിറ്റർ കഴിഞ്ഞ് പിന്നെ അടുത്ത വരുന്നത് PFകളാണ്. അതേപോലെ പോളിസ്റ്റർ കപ്പാസിറ്ററുകൾ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ, അതേപോലെ ബസർ, IC ബേസുകൾ, ന്യൂട്രൽ ടാഗ്, അതേപോലെ റിലേ, CT കോയിൽ, ഇതെല്ലാം ഓൾമോസ്റ്റ് ഇട്ടതിന് ശേഷം അവസാനത്തെ സ്റ്റേജിൽ, അതായത് ഈ PCBയുടെ എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ഫിൽട്ടർ കപ്പാസിറ്ററുകൾ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു കപ്പാസിറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ തടസ്സമാകാതിരിക്കാനായിട്ട് ചെറിയ കപ്പാസിറ്ററുകൾ എല്ലാം ഇട്ട ശേഷം, അതേപോലെ ന്യൂട്രൽ ടാഗുകളൊക്കെ ഇട്ട ശേഷം മാത്രമേ ഈ വലിയ കപ്പാസിറ്ററുകൾ ഇടുവാൻ പാടുള്ളൂ. അപ്പോൾ ആ വലിയ കപ്പാസിറ്റർ ഇടുമ്പോൾ നമുക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം തന്നെ ഈ ഒരു 4 സ്റ്റേജുള്ള ഈ ഹീറ്റ് സിങ്കിൻ്റെ ഇടയിലുള്ള 4 വലിയ കപ്പാസിറ്ററുകൾ ഇടുക. ഈ സൈഡിലെ കപ്പാസിറ്ററുകൾ ഈ ബോർഡിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ ശേഷമേ ഇടാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഇവിടെ ഒരു തടസ്സം വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അത് ലാസ്റ്റ് ഇടുവാൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്ത സ്റ്റേജായ ഓൾമോസ്റ്റ് ചെയ്തൊരു PCB നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഓൾമോസ്റ്റ് ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കപ്പാസിറ്ററുകൾ എല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് 8 കപ്പാസിറ്ററുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇത് ഹയർ വോൾട്ടുള്ള കപ്പാസിറ്ററാണ്. ഇത് 160 വോൾട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോയിസ് ഫിൽറ്റർ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് കാണിച്ചത് 105, 61, 105, 100 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ആണെങ്കിൽ ഇത് 0.47 305 വോൾട്ടിൻ്റെ ബോക്സ് കപ്പാസിറ്റർ തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു റിലേ വെച്ചിരിക്കുന്നത് ഇതൊരു ടെസ്റ്റിംഗ് പർപ്പസിന് മാത്രമാണ്.
അതായത് ഈ ബോർഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ റിലേ സ്വിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളിതിന് ഫുൾ ലോഡ് കൊടുക്കും. ഇതിന്റെ ഫുൾ ലോഡിന് വേണ്ടി നമ്മൾ ഇതിൽ മാക്സിമം ഒരു 125 ആംപിയറിന്റെ റിലേ സ്വിച്ച് ആണ് വെക്കേണ്ടത്. അപ്പോൾ ആ 125 ആംപിയർ ആയ വലിയൊരു റിലേ ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു സെമി പവർ ട്രാൻസിസ്റ്റർ ആണ് വെച്ചിരിക്കുന്നത്. BD139 ആണ്. സാധാരണ ചെറിയ റിലേക്ക് BC337 ആണ് ഉപയോഗിക്കുന്നത്. ഹെവി റിലേക്ക് വരുന്നത് BD139 ആണ്. പിന്നെ ഇതിൽ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഈ കപ്പാസിറ്ററുകൾ മാത്രമേ ഉള്ളൂ. ബോക്സ് കപ്പാസിറ്റർ, അതേപോലെ ഇവിടെ വരുന്ന CT കോയിൽ. ഇപ്പോൾ CT കോയിലിന്റെ ആംബിയർ കൂടുന്നതനുസരിച്ച് ഇതിന്റെ സൈസിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഈ CT കോയിൽ ഒരു കാരണവശാലും ഈ ബോർഡിലല്ല ഇടുന്നത്. ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിൽ ഇത് കോർത്തിടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് വലിയ വയറുകൾ പോകാൻ സാഹചര്യത്തിൽ ഇതിന്റെ പോളുകൾ വലുതാണ്. നമുക്ക് മാക്സിമം ഒരു 10 സ്ക്വയർ വയർ വരെ ഇതിൽ കയറ്റാം. അപ്പോൾ അത്രയൊന്നും ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ഹെവി ലോഡ് വരികയാണെങ്കിൽ 10 സ്ക്വയർ വരെ ഇതിൽ നിന്നും ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് ഓൾമോസ്റ്റ് നമ്മളിത് ഹീറ്റ് സിങ്ക് ഇടുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു സ്പെഷ്യൽ ഹീറ്റ് സിങ്ക് ആണ്. അപ്പോൾ 24 മോസ്ഫെറ്റിനും 16 മോസ്ഫെറ്റിനും അപ്പോൾ 24 മോസ്ഫെറ്റിനും 16 മോസ്ഫെറ്റിനും സെയിം ഹീറ്റ് സിങ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഒന്നിനും കൂടി പറയുകയാണ്. ചെറിയ മോസ്ഫെറ്റിന് താഴെയുള്ള ഹോളും വലിയ മോസ്ഫെറ്റിന് മുകളിലുള്ള ഹോളുമാണ്. ചെറിയ മോസ്ഫെറ്റ് നമ്മളിതിൽ 6 മോസ്ഫെറ്റാണ് ഈ ചെറിയ ഒരു ചാനലിൽ വരുന്നത്. വലിയ മോസ്ഫെറ്റ് ആകുമ്പോൾ 4 മോസ്ഫെറ്റ് മതി. അതാണ് ഇവിടെ 1, 2, 3, 4 എണ്ണം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ അതിന്റെ പെയർ ആയിട്ടുള്ള രണ്ടാമത്തെ ചാനലിലും 4 മോസ്ഫെറ്റ് ആണ്. പിന്നെ വരുന്നത് പോസിറ്റീവ് സൈഡായ വലിയ ഹീറ്റ് സിങ്കിൽ 4, 4, 8 ആണ് വരുന്നത്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ വലിയ മോസ്ഫെറ്റ് ആണ് ഇതിൽ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഹീറ്റ് സിങ്ക്, അപ്പോൾ അതേപോലെ നമുക്ക് ഇതൊരു സ്പെഷ്യൽ ഹീറ്റ് സിങ്ക് ആയതുകൊണ്ട് ഈ ഹീറ്റ് സിങ്ക് ഷോപ്പുകളിലൊന്നും വാങ്ങാൻ കിട്ടുന്നതല്ല. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ തന്നെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളിത് PCB കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത ഒരു ബോർഡ് നോക്കാം. അപ്പോൾ നമ്മളിതൊരു ഫിനിഷ് ആയിട്ടുള്ള ബോർഡാണ് ഇതിൽ കാണിക്കുന്നത്. ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പൂർത്തിയായിട്ടുള്ള ഒരു ബോർഡാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും പൂർത്തിയായിട്ടുള്ള ഫുൾ മദർ ബോർഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് ഇതിനുമുമ്പ് കാണിച്ച ബോർഡ്, അപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ച ബോർഡ് കഴിഞ്ഞാൽ ഹീറ്റ് സിങ്ക് ഇട്ടിട്ട് മോസ്ഫെറ്റ് ഇട്ട ഒരു റേഞ്ചാണ്. നമുക്ക് ആ മോസ്ഫെറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിൽ നമ്മൾ ഒരു ചാനലിൽ 4 മോസ്ഫെറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ 4, 4, 8, 8, 4, 12, 4, 16 മോസ്ഫെറ്റ്. ഇതിലിട്ടിരിക്കുന്ന മോസ്ഫെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് സോളാർ ചാർജ് കൺട്രോളായ MPPTയിൽ കാണിച്ചിട്ടുള്ള ഹയർ KVയിൽ വരുന്ന മോസ്ഫെറ്റ് ആണ്. IRFE 4668 എന്ന നമ്പറുള്ള മോസ്ഫെറ്റ് ആണ്. അപ്പോൾ ഈ ചെറിയ മോസ്ഫെറ്റിനെ അപേക്ഷിച്ച് അതിന്റെ ഒരു 4 ഇരട്ടിയോളം വില വരുന്നുണ്ട്. അപ്പോൾ ഈ വശത്ത് 4, 4, 8, അതേപോലെ ഈ ഭാഗത്ത് 4, 4, 8. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ CT ഇട്ടിട്ടുണ്ട്. CT 60 ആംപിയറിന്റെ CT ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ CT ഇട്ടിരിക്കുന്നത് 60 ആംപിയർ ആണ്. മോസ്ഫെറ്റ് IRFE 4668. ഇനി നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാവുന്ന ഒരു SMBS ആണിത്. കാരണം മോസ്ഫെറ്റ് റൺ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രാം സെഷൻ റൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിലൊരു വലിയ SMBS സർക്യൂട്ടിന്റെ ആവശ്യമുണ്ട്. 96 വോൾട്ട് ഇൻപുട്ട് വന്നിട്ട് ഔട്ട്പുട്ട് 12 വോൾട്ട് ആക്കി റെഡ്യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് സിസ്റ്റമാണ് ഈ SMBS ചെയ്യുന്നത്. ഇത് നല്ല ഹെവി ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു SMBS ബോർഡാണ്. അപ്പോൾ ഇതും കൂടി കണക്ട് ചെയ്താലേ ഈ ഒരു മദർ ബോർഡ് പൂർണ്ണമാവുകയുള്ളൂ. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു മദർ ബോർഡ് ഫുൾ ലോഡായിട്ടൊന്ന് നമ്മൾ സപ്ലൈ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 96 വോൾട്ട് സിസ്റ്റം ആയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ SMBS സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് വേണ്ടി 4 ലൈൻ ആയിട്ടുള്ള വലിയ LCD ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാലിബ്രേഷനും ഇൻവെർട്ടർ ഓണിനുമായിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു ഹെവി ആയിട്ടുള്ള ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, ഇതൊരു ടെസ്റ്റിംഗ് പർപ്പസിനുള്ള ട്രാൻസ്ഫോമർ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 96 വോൾട്ട് സിസ്റ്റത്തിനായിട്ട് ചെയ്തിട്ടുള്ള, അപ്പോൾ ഇത് 60 വോൾട്ട് മുതൽ 96 വോൾട്ട് സിസ്റ്റം വരെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റിംഗ് ട്രാൻസ്ഫോമർ ആണ് ഇപ്പോൾ നമുക്കിതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു 100 വാട്ടിന്റെ ഫിലമെന്റ് ബൾബാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു ബോർഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ ലോഡ് കൊടുത്തതെന്താണെന്ന് പറയാൻ, ചെറിയ ലോഡ് കൊടുത്തത് എന്താണെന്ന് ചോദിക്കരുത്. കാരണം നമുക്കിതൊരു വലിയ ലോഡൊക്കെ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഒരു ജസ്റ്റ് ഇതൊന്ന് ഓൺ ആവോ ഇല്ല ഓഫ് ആവോ, ജസ്റ്റ് ഇത് ഓൺ ആവുന്നുണ്ടോ, ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഒരു 100 വാട്ട് ബൾബ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ SMBSൽ പവർ വന്നു. ആ പവർ വഴിയാണ് നമുക്കിവിടെ പ്രോഗ്രാമിലും മോസ്ഫെറ്റിലോട്ടൊക്കെ പോകുന്നത്. ഇപ്പോൾ LCD ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു ബ്ലൂ കളർ LCD ആണ്. ഇപ്പോൾ ഇവിടെ 4 ലൈനിൽ നമുക്ക് ഏകദേശം 4 ലൈനിൽ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ 4 ഡാറ്റകളാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് മൾട്ടിമീറ്ററിൽ നോക്കാം. മൾട്ടിമീറ്റർ DC റേഞ്ചിലിടുക.
അതിനുശേഷം നമുക്ക് വോൾട്ടേജ് ഒന്ന് നോക്കാം. 95.9 വോൾട്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി കുറച്ച് പഴകിയതുകൊണ്ടാണ് അത്രയും വോൾട്ട്, ഇല്ലെങ്കിൽ 113 വോൾട്ട് വരെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ സിസ്റ്റം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ടായ ബൾബ് തെളിയുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ സിസ്റ്റം റെഡി കാണിച്ചിട്ടുണ്ട്. സിസ്റ്റം റെഡി കാണിച്ചു. ഇവിടെ ഔട്ട്പുട്ടായ 100 വോൾട്ട് ബൾബ് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കാലിബ്രേഷനിലോട്ടൊന്ന് പോകാം. അതിനു മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ പവർ സപ്ലൈ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. പവർ സപ്ലൈ ഞാനിവിടെ ഓഫ് ചെയ്ത ശേഷവും ഇതിൻ്റെ ഫിൽട്ടർ കപ്പാസിറ്ററിൻ്റെ ഹയർ വോൾട്ട് ആയതുകൊണ്ടും ഈ LCDയിലോട്ടുള്ള വൈദ്യുതി കണക്ഷൻ നിൽക്കുന്നില്ല. അതായത് ഇതിൽ നിന്നുള്ള പവർ വളരെ സ്ലോവിലായിരിക്കും കുറയുന്നത്. ഇനി നമുക്ക് ഈ ബൾബ് വെച്ചിട്ട് ഈ ഒരു 100 വോൾട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന 96 വോൾട്ട് നമുക്ക് ഈ ഒരു 250 വോൾട്ടായ AC ബൾബ് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. കാരണം അപ്രോക്സിമേറ്റ് ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു 115 വോൾട്ട് അടുത്തുണ്ടാവും. അപ്പോൾ അതിന് താഴെ ആയാലും ആ ബൾബ് ഒന്ന് തെളിയുന്നതാണ്. നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത ശേഷം നമുക്ക് ഈ ബൾബ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ സപ്ലൈ നമുക്കിവിടെ അറിയാൻ വേണ്ടിയാണ് ഇതൊന്ന് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് 100 വോൾട്ട് ബൾബ് ചെറിയൊരു പ്രകാശത്തോടുകൂടി ഇതിനെ ബ്രൈറ്റ് ആയി നിൽക്കുന്നത്. ഇനി ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുമ്പോഴും ഇതൊന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രക്രിയ ചെയ്താൽ മതി. ഈ ബൾബ് ചെറുതായിട്ട് പ്രകാശിച്ച് ഇതിൻ്റെ ഡിസ്ചാർജ് ആവുന്നതാണ്. ഈ ഒരു ഈ ബോർഡ് ഡിസ്ചാർജ് ആവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കാലിബ്രേഷൻ സെറ്റപ്പിലൊന്ന് കയറാം. കാലിബ്രേഷൻ സെറ്റപ്പ് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലൊരു കൂളിംഗ് ഫാനും കൂടി കണക്ട് ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റപ്പിൽ കയറുന്നതിനായിട്ട് കാലിബ്രേഷൻ സ്വിച്ച് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം പവർ സപ്ലൈ ഓൺ ചെയ്യുക. ഇവിടെ സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഓക്കെ കൊടുക്കാം. ഇവിടെ കാലിബ്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ കാലിബ്രേഷനിൽ ആദ്യമായിട്ട് വരുന്നത് ബാറ്ററി വോൾട്ടാണ്. ബാറ്ററി വോൾട്ട് 95.9 ആണ്. നമുക്ക് ഇതിൽ വരുന്ന വോൾട്ടേജ് വ്യതിയാനം ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ നമ്മളത് സെറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. അടുത്തത് വരുന്നത് AC ഔട്ടാണ്. AC ഔട്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കാണുന്നത്. AC ഔട്ട് നമുക്ക് ഇവിടെ നോക്കാം. 186 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് അതും കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഡിസ്പ്ലേയിലും മൾട്ടിമീറ്ററിലും വരുന്നത് ഇത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തത് വരുന്നത് ഇൻവെർട്ടർ ലോഡാണ്. ഇൻവെർട്ടർ ലോഡ് നമ്മൾ ലോഡ് കൊടുക്കുന്നതനുസരിച്ചാണ് ഇവിടെ വർക്കാവുന്നത്. അടുത്തത് AC ഇന്നാണ്. ഇപ്പോൾ AC ഇന്നും ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് AC ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും കാലിബ്രേഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കാം. അടുത്തത് ചാർജിങ് ആംബിയർ ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു ബാറ്ററി ഒരു കാരണവശാലും നിങ്ങൾ KCBയിൽ ചാർജ് ചെയ്യാൻ നോക്കരുത്. KCBയിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല, ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഹയർ കറണ്ട് ആയിരിക്കും ഇതിലെടുക്കുന്നത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് KCBയിൽ ചാർജ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ ട്രാൻസ്ഫോമറിലോട്ടുള്ള പ്രിന്റ് തന്നെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രിന്റിൽ നിന്നും ഒരു വയർ എടുത്ത് കൊടുക്കേണ്ടതാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് നോ ലോഡാണ്. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയാണെങ്കിൽ ഓപ്ഷൻസ് ആണ്. ഓപ്ഷനിൽ ആദ്യം മൈക്രോ സ്വിച്ച്, രണ്ടാമത് LCD ലൈൻ. LCD ലൈൻ ഇത് 4 ലൈനാണ്. നമ്മളിവിടെ 4 വെച്ചിരിക്കുകയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും LCD അവൈലബിൾ ആണെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ചാർജിങ് സ്റ്റേജ് ആണ്. ഇത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് കൂടുതലും പറയാത്തത്. 2 സ്റ്റേജാണ്, 2 സ്റ്റേജും അതേപോലെ 4 സ്റ്റേജും. ഇനി ഉള്ള ഒരു ഓപ്ഷനാണ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സിൽ ബാറ്ററി ലോ ആണ്. ബാറ്ററി ലോ നമ്മളിവിടെ 91 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 2 ലോ 90 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഫുൾ ചാർജ് നമ്മൾ ഏകദേശം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 113.6 വോൾട്ടിലാണ് ഇത് ചാർജ് ചെയ്യേണ്ടത്. ഓട്ടോമോട്ടീവ് ബാറ്ററി ആണെങ്കിൽ 112.6 വോൾട്ടാണ്. ഇനി ഇൻവെർട്ടർ വോൾട്ട് നമ്മളിതൊരു ഫിഗർ കിട്ടുന്നതിന് വേണ്ടി 222 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലോഡ് നമ്മളിതിൽ 6552 ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ലോഡ് കൊടുത്തിട്ട് വേണം ഇനി ഈ ഒരു ഡിജിറ്റ് മാറ്റാൻ. ഇതിൽ നമ്മളിപ്പോൾ ഒരു 7500 ലോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലോഡ് നമ്മൾ അപ്രോക്സിമേറ്റ് കൊടുത്തിട്ട് വേണം ഈ ഒരു ലോഡ് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും വലിയൊരു ലോഡ് കൊടുക്കുമ്പോൾ ബാറ്ററി നല്ല പക്കയായിരിക്കണം. എന്നാലും നമുക്ക് അത്രയും ലോഡ് കൊടുത്തിട്ടൊന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ചാർജിങ് ആംബിയർ ആണ്. ചാർജിങ് ആംബിയർ ഇതിനു പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. സോളാർ സ്റ്റാർട്ടറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ആവശ്യം വരുന്നില്ല. സോളാർ ഷോപ്പറ്റ് അതും ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അടുത്തത് ഗോ ബാക്ക്. ഇനി നമ്മളൊന്ന് സേവ് ആക്കുന്ന ഡൺ അടിക്കുന്നതിന് മുമ്പ് ഒന്ന് നോ ലോഡ് സെറ്റ് ഒന്ന് അടിക്കുകയാണ്. അപ്പോൾ ഈ ഫാൻ തിരിയുന്നതാണ്. ഇപ്പോൾ നോ ലോഡ് കറണ്ട് 0.3 ഇതിൽ എടുക്കുന്നുള്ളൂ. കാരണം ഇത്രയും വലിയൊരു ബാറ്ററി വോൾട്ട് സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ഈ ഇൻവെർട്ടർ വെറുതെ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു നോ ലോഡ് കറണ്ടാണ് ഇതെടുക്കുന്നത്. വെറും 0.3 ആണ്. അപ്പോൾ നമ്മളിത് പ്രോഗ്രാമെല്ലാം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 3 പ്രാവശ്യം ഇത് നോ ലോഡ് അടിച്ച ശേഷം വീണ്ടും ഡണ്ണിൽ വന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സിസ്റ്റം എല്ലാം സേവ് ആയിട്ട് എല്ലാം ഓക്കെ ആയി, എല്ലാം
എല്ലാം പക്കയായിട്ട് നമുക്കിനി യൂസ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന 96 വോൾട്ട് സോളാർ ചാർജ് കൺട്രോളും കൂടി ഇത് ബാറ്ററിയായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ചാർജിങ് ഓപ്ഷൻ പക്കയായിട്ട് നടക്കുകയുള്ളൂ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഒരു കറണ്ട് ഇല്ലാത്ത വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് സോളാർ എനർജി വെച്ചിട്ട്, അതായത് സോളാർ ഫ്രീ എനർജി വെച്ചിട്ട് വലിയൊരു വീട് ഫുൾ ഇലക്ട്രിക്കൽ കണക്ഷനോടുകൂടി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്, അതും നമുക്ക് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും പൂർണ്ണമായിട്ടും കണ്ട് ഇതേപോലെയുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ടിനെ ആശ്രയിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.